ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആലു ബാജിയുടെ റെസിപ്പിയാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അപ്പോൾ ഈ സമയത്ത് കൂടുതലും ആൾക്കാർ വെജിറ്റേറിയൻ ഡിഷുകളായിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു റെസിപ്പി. ഇതിനു വേണ്ടി ഞാൻ കടുക്, ഉഴുന്നുപരിപ്പ്, ചെറിയ ജീരകം, വലിയ ജീരകം, ഉലുവ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കറക്റ്റ് അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളിനേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇഞ്ചിയുടെ ഫ്ലേവറാണ് കൂടുതലായിട്ട് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവിൽ ഇഞ്ചിയുടെയാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കേണ്ടത്. 2 മീഡിയം സൈസുള്ള സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സവോള മതിയെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ പൊട്ടറ്റോൻ്റെ അളവായതുകൊണ്ടാണ് 2 സവോള ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒരെണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കറിവേപ്പില വേണ്ട, ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മല്ലിയില മതി. പൊടികളായിട്ട് ചേർക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയാണ്. അതുപോലെ തന്നെ കുറച്ച് കറുവാപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രാമ്പും ഞാൻ എടുത്തിട്ടുണ്ട്. ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം, ഇത് ഒഴിവാക്കിയിട്ട്. 1 കിലോ പൊട്ടറ്റോ നന്നായിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് നല്ലോണം വേവിച്ചെടുത്താണ് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മുടെ ബാജിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നാരങ്ങ നീരിൻ്റെ പുളിയാണ്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ കസൂരി മേത്തി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ അവസാനം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഓയിലിലേക്ക് നമ്മുടെ കടുക് പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് ചേരുവകൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കണം. അധികം സമയമൊന്നും എടുക്കില്ല. അപ്പോൾ കടുകിൻ്റെ പൊട്ടുന്ന സമയത്ത് തന്നെ നമുക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉഴുന്നുപരിപ്പ് ചേർക്കുന്ന ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കറിക്ക് കൊടുക്കുന്നത്. ഇതിട്ടത് എന്തായാലും ചെയ്ത് നോക്കണം. അതുപോലെ ചെറിയ ജീരകവും വലിയ ജീരകവും ഇതിൻ്റെ കൂടെ തന്നെ മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒട്ടും കരിയാൻ പാടില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വിട്ടിട്ട് വേണം നമ്മളിതെല്ലാം നന്നായി മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വറ്റൽമുളക് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയിനേക്കാളും കൂടുതൽ നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു കറിക്ക് പച്ചമുളകാണ് കുറച്ചുകൂടി നല്ലത്. മുളക് പൊടിയിനേക്കാളും നല്ലത് പച്ചമുളകിൻ്റെ എരിവ് തന്നെയാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് അളവുകൾ കൂട്ടാം. ഇതിലേക്ക് ഞാൻ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. സവോളയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൊടികളും കറുവാപ്പട്ടയും അതുപോലെ ഗ്രാമ്പും ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴച്ചെടുക്കാൻ പോവുകയാണ്. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇട്ട് വഴറ്റിയെടുക്കരുത്. കാരണം എന്താ വെച്ചാൽ തക്കാളി അലിഞ്ഞു പോകാൻ പാടില്ല. കാരണം അതിനകത്ത് നിന്ന് അത് ഒത്തിരി ഉടഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് ചെറുതായിട്ട് ഈ ഒരു കറിയുടെ കൂടെ കടിക്കാൻ പാകത്തിൽ കിട്ടണം. അപ്പോൾ ഒരുപാട് ഇട്ട് വഴറ്റിയെടുക്കരുത്. തക്കാളി ഇട്ടതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊട്ടറ്റോ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് മുറിച്ച് വെച്ച പൊട്ടറ്റോ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ പൊട്ടറ്റോ വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവോളയിലും കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് നമ്മൾ അത് മൂപ്പിച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് ഉപ്പ് ആവശ്യം വരില്ല, നമുക്ക് കുറച്ച് മാത്രം അവസാനം ചേർത്ത് കൊടുക്കേണ്ട കാര്യം വരുള്ളൂ. അപ്പോൾ നന്നായി നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ഈ പൊട്ടറ്റോ എല്ലാം നമ്മൾ ഈ ഒരു പാത്രത്തിലിട്ട് തന്നെ ആ തവി വെച്ച് നമുക്ക് ഉടച്ചെടുക്കാം. പൊട്ടറ്റോ മസാല നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഒത്തിരി ഗ്രേവി വേണമെന്നുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് വെള്ളമയം പോലെ ഇരുന്നാലും ഒരു 5 മിനിറ്റ് നമ്മൾ ഈ വെള്ളം ഒന്ന് വറ്റി കുറുകി വരും നമ്മളിത് തിളപ്പിക്കുമ്പോൾ. അപ്പോൾ ഒട്ടും പേടിക്കണ്ട, പൊട്ടറ്റോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കുറുകിയ ചാറായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മളിതിങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്, തിളപ്പിച്ചെടുക്കുവാണിത്. നമ്മുടെ ചാറെല്ലാം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്ന നാരങ്ങാനീരാണ്. ഇതാണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ്. ഈ നാരങ്ങാനീരിൻ്റെ പുളിയും കൂടി വരുമ്പോഴാണ് ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ്.
അതുപോലെ തന്നെ അവസാനം കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കസൂരി മേത്തിയുടെ ഫ്ലേവർ ശരിക്കും നോർത്ത് ഇന്ത്യൻ കറികൾക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ്. അപ്പോൾ ഇങ്ങനത്തെ കറികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പ്രത്യേക ഫ്ലേവറാണ് കറിക്ക് കൊടുക്കുക. അതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നില്ല, നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ കറിവേപ്പില കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. നമ്മുടെ ആലു ഭാജി കറി ഇവിടെ റെഡിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നോൺ വെജ് കറീനേക്കാളും കൂടുതൽ വെജിറ്റേറിയൻ കറികളാണ് പ്രിഫർ ചെയ്യുന്നത് ഈ സമയത്ത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെ, ഭട്ടൂരയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പുതിയ വീഡിയോയിലൂടെ കാണാം.